കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ഷവർമ പോട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബാസ്ക്കറ്റ് ഷവർമ എന്നും ഷവർമ പോട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഇഫ്താർ സ്നാക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ ഒരു ഇഫ്താറിന് ഒരു തവണ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പിനടുത്ത് തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. ഇതുപോലെ അധികം പുളിയില്ലാത്ത കുറച്ച് തൈര് എടുക്കുക. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കരുത്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ. ഇതിലേക്ക് നാരങ്ങയുടെ നീര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണാണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലപ്പൊടികളും തൈരും എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓപ്ഷനിലാണ്, വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്താണ്. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ കളർ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ ഒരു കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 400 ഗ്രാം ഉണ്ടാവും കേട്ടോ. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഒരു 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. അതുകൊണ്ട് അടച്ചൊന്നും വെക്കാതെ ഇതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വരും. പിന്നെ അതൊക്കെ ഒന്ന് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ വറ്റിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം മുഴുവൻ ചിക്കനും ഈ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് തന്നെ ആ ഒരു ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കത്തിച്ചിട്ട് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ആ ഒരു മസാലയിൽ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. വീണ്ടും കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ച ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ വരണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റാം. ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷവർമ പോട്ടിലേക്കുള്ള ഫില്ലിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ആദ്യം എടുത്തിട്ടുള്ളത് ക്യാബേജ് ആണ് കേട്ടോ. ക്യാബേജ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ്, ക്യാബേജ്, കുക്കുംബർ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ക്യാബേജും ക്യാരറ്റും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മയോനൈസാണ്, അതായത് വെളുത്തുള്ളി സോസ്. അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കണ്ടാൽ മതിയാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് ആയതുകൊണ്ട് അധികം ഓയിലൊന്നും ചേർക്കാതെ കുറച്ച് ലൂസായിട്ടാണ് മയോണൈസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടൈറ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി എടുത്താലും മതിയാവും. നമുക്കിത് ഡിപ്പ് ചെയ്യാനൊന്നുമില്ലതല്ലോ. ഇതിൽ ഫില്ല് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിലേക്കുള്ള വെജിറ്റബിൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 കപ്പ് മൈദപ്പൊടി വെച്ചിട്ടാണ് ഞാനിതോടെ തയ്യാറാക്കി എടുക്കുന്നത്. അത്യാവശ്യം എണ്ണ ഉണ്ടാവും കേട്ടോ ഈ ഒരു 3 കപ്പ് അളവിൽ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ച് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചിക്കനൊക്കെ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഈ ഒരു മാവ് ഒരു 30 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ പരത്തി ഒരു പൂരിയുടെയൊക്കെ ഒരു വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്റ്റീൽ ഗ്ലാസ് എടുക്കാം. അതുപോലെ തന്നെ ഇതിൽ നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ, ഫോർക്കൊക്കെ വെച്ചിട്ട്. അതല്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിലിങ്ങനെ ഒരുപാട് ബബിൾസ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫോർക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കണ്ടോ ഗ്ലാസിൻ്റെ ബാക്കിൽ വെച്ചിട്ട് പ്ലേറ്റ് ചെയ്ത് അതിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ബാസ്ക്കറ്റിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും, ഒരു പോട്ടിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഗ്ലാസ്സോട് കൂടെ അതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിങ്ങനെ അതിലേക്ക് എണ്ണ ഇങ്ങനെ തേവി കൊടുത്താൽ മതി. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആ ബാസ്ക്കറ്റ് ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് ഇതുപോലെ വിട്ടുപോരും കേട്ടോ. എന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്കും കുറച്ച് തിളച്ച ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കുറച്ച് തിളച്ച ഓയിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഓരോരോ ബാസ്ക്കറ്റും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. സൈഡ് ഭാഗമൊക്കെ ഒന്നിങ്ങനെ എണ്ണയിലേക്ക് മുക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ഗ്ലാസ്സിൽ നിന്നിങ്ങനെ വിട്ട് വരുള്ളൂ. ഗ്ലാസിൻ്റെ ഉള്ളിലും അല്പം ഓയിലാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളിൽ നിന്നും ആ ഒരു ചൂടും കൂടെ തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ വിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ മുഴുവൻ ബാസ്ക്കറ്റുകളും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഈ ഒരു പോട്ടിലേക്ക് കുറച്ച് കെച്ചപ്പ് ആക്കി കൊടുക്കാം. എന്നിട്ട് അത് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കെച്ചപ്പ് എല്ലാത്തിലും ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വെജിറ്റബിളും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് അത്യാവശ്യം വെച്ചെടുക്കുക. അതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി കുറച്ച് മയോണൈസും കൂടെ അതിന് മുകളിലായിട്ടൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടമാവും. കുറച്ച് മല്ലിയില കൂടെ ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ എല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്